മതവിശുദ്ധിയുടെ നിറവിൽ ചെറിയ പെരുന്നാൾ ആഘോഷം. ഒരു മാസക്കാലം നീണ്ടുനിന്ന ആത്മചൈതന്യത്തിൽ നിന്നും നേടിയെടുത്ത വിശുദ്ധിയോടെ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിച്ചു. അന്നപാനീയങ്ങൾ ഒഴിവാക്കി അല്ലാഹുവിൽ സ്വമേധയാ സമർപ്പണം ചെയ്ത 29 ദിവസത്തെ നോമ്പ് പൂർത്തീകരിച്ചാണ് മുസ്ലിം വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്. സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതമൈത്രി കൂട്ടായ്മയുടെയും പ്രതീകമുണർത്തി ചന്ദ്രക്കല മാനത്ത് തെളിഞ്ഞതോടെ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വല്ലില്ലാഹിൽ ഹംദ് തക്ബീർ വിളികൾ സംഘധ്വനികളായി മാറുമ്പോൾ പള്ളികളും വീടുകളും പെരുന്നാളിന്റെ സാന്നിധ്യം അറിയിച്ചു. വിശുദ്ധ റമദാൻ 3 പത്തുകളിലൂടെ അനുഗ്രഹങ്ങൾ പെരുപ്പിച്ച അല്ലാഹുവിന് സ്തുതിയർപ്പിച്ചുകൊണ്ട് പെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് പ്രവേശിച്ചു. രാവിലെ തന്നെ മുതിർന്നവരും കുട്ടികളും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും പെരുന്നാൾ സന്ദേശങ്ങൾ കൈമാറിയും പള്ളികളിലേക്കും ഈദ് ഗാഹുകളിലേക്കും എത്തിച്ചേർന്നു. ഖത്തീബുമാരാണ് പെരുന്നാൾ നമസ്കാരത്തിനും പ്രഭാഷണത്തിനും നേതൃത്വം നൽകിയത്. ഫിത്തുർ സക്കാത്ത് വിതരണം, സഹജീവി കാരുണ്യ പ്രവർത്തനം, മതസൗഹാർദ്ദ സമ്മേളനം, രോഗി സന്ദർശനം, കുടുംബസംഗമങ്ങൾ, പാരമ്പര്യ പെരുന്നാൾ ആഘോഷങ്ങൾ എന്നിവയും നടന്നു. ചുട്ടുപൊള്ളുന്ന അസഹനീയമായ പ്രതികൂലാവസ്ഥയിൽ പെരുന്നാൾ ആഘോഷങ്ങളിൽ നിന്നും ആർഭാടം പരമാവധി ഒഴിവാക്കണമെന്നും സഹജീവി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകണമെന്നുമാണ് മഹല്ല് കമ്മിറ്റികൾ വിശ്വാസികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. വ്രതാനുഷ്ഠാനത്തിലൂടെയും സക്കാത്തിലൂടെയും പുണ്യങ്ങളുടെ പൂക്കാലമൊരുക്കിയ റമദാൻ വിട പറയുമ്പോൾ കനിവിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും സാഹോദര്യം കാത്തുസൂക്ഷിച്ച് ആത്മസമർപ്പണത്തിന്റെ ആഘോഷം നടത്തുകയാണ് വിശ്വാസി സമൂഹം. ചൊവ്വാഴ്ച മാസപ്പിറവി ദൃശ്യമായതിനെ തുടർന്ന് റമദാൻ 29 പൂർത്തിയാക്കിയാണ് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത്. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് തക്ബീർ മുഴക്കി പ്രാർത്ഥനകളുമായി പള്ളികളിലേക്കും ഈദ് ഗാഹുകളിലേക്കും വിശ്വാസികൾ ഒഴുകിയെത്തി. സ്നേഹവും സഹിഷ്ണുതയും സൗഹാർദ്ദവും പങ്കുവച്ച് നാടിനും ജനതയ്ക്കുമായി ഐക്യത്തിനും വേണ്ടിയുള്ള സന്ദേശം നൽകിയാണ് ഈദ് ആഘോഷം നടന്നത്. തഖ്വയും സ്വബ്റും സ്വർഗത്തിലേക്ക് നയിക്കുന്ന 2 വഴികളാണെന്നും ഇവ രണ്ടുമാണ് നോമ്പിന്റെ മർമ്മപ്രധാനമെന്നും അബ്ദുസമദ് അണ്ടത്തോട് അഭിപ്രായപ്പെട്ടു. അണ്ടത്തോട് ഹിറാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈദ് സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും മുസ്ലിം സമുദായത്തെ അകറ്റാൻ ശ്രമിക്കുമ്പോൾ ഇവ രണ്ടും കൈവിടാതെ രാജ്യത്തിന്റെ ഐക്യവും ഭരണഘടനയും കാത്തുസൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അണ്ടത്തോട് ഹിറാ മസ്ജിദ് പരിസരത്ത് രാവിലെ 8 മണിക്ക് നടത്തിയ ഈദ് നമസ്കാരത്തിന് സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു. അണ്ടത്തോട് ഹിറാ മസ്ജിദ് ഈദ്ഗാഹ് കമ്മിറ്റി പരിപാടികൾക്ക് നേതൃത്വം നൽകി. കല്ലൂർ മഹല്ലിൽ ചെറിയ പെരുന്നാൾ നമസ്കാരം നടത്തി. മഹല്ല് ഖത്തീബ് മുഹമ്മദ് റിയാസ് ഹുദവി കാർമ്മികത്വം വഹിച്ചു. മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായ അബ്ദുൾ റസാഖ്, ജാഫർ സാദിഖ്, VK ഫസലുൽ അലി, ഷെരീഫ് എന്നിവർ നേതൃത്വം നൽകി. കൊമ്പത്തേൽപ്പടി സലഫി മസ്ജിദ് കമ്മിറ്റി ഈദ്ഗാഹ് നടത്തി. ഷമീർ മദിനി നേതൃത്വം നൽകി. കമ്മിറ്റി ഭാരവാഹികളായ അബ്ദുൾ റഹ്മാൻ V, ഷാക്കിർ KK, അബ്ദുൾ അസീസ് എന്നിവർ നേതൃത്വം നൽകി. വടക്കേക്കാട് ഈദ്ഗാഹ് കമ്മിറ്റി ഈദ്ഗാഹ് നടത്തി. TG ലുക്മാൻ കാർമ്മികത്വം നൽകി. കമ്മിറ്റി ഭാരവാഹികളായ KH മുഹമ്മദ് അലി, ഷാഹുൽ ഹമീദ്, സെയ്ദു കെട്ടിങ്ങൽ, ജലീൽ വാളനാട് എന്നിവർ നേതൃത്വം നൽകി. എടക്കര മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ പെരുന്നാൾ നമസ്കാരത്തിന് മഹല്ല് ഖത്തീബ് VK അബൂബക്കർ ലത്തീഫി നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുത്തു. എല്ലാ വിശ്വാസികളും സമ്മതിദാന അവകാശം മതേതരത്വ ഇന്ത്യക്ക് വേണ്ടി വിനിയോഗിക്കണമെന്ന പെരുന്നാൾ സന്ദേശത്തിൽ ഖത്തീബ് VK അബൂബക്കർ ലത്തീഫ് ആഹ്വാനം ചെയ്തു. പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം ദുആ മജ്ലിസും ഉണ്ടായി. നിസ്കാരത്തിൽ പങ്കെടുത്ത എല്ലാവരും പരസ്പരം കെട്ടിപ്പിടിച്ച് ഈദ് സന്ദേശം കൈമാറി. തുടർന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി ഖബറിങ്കൽ പ്രാർത്ഥന നടത്തിയാണ് വീടുകളിലേക്ക് മടങ്ങിയത്. മന്ദലാംകുന്ന് എടയൂരിൽ നടത്തിയ ഈദ്ഗാഹ് നമസ്കാരത്തിന് അഷ്കർ സലഫി നേതൃത്വം നൽകി. അവിയൂർ ജുമാ മസ്ജിദ് ഹസൻ ഫൈസി, എടക്കര മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ അബൂബക്കർ ലത്തീഫി, കുഴിങ്ങര ജുമാ മസ്ജിദിൽ ഇമാമുൽ ഫൈസി, വെട്ടിപ്പുഴ റഹ്മ ജുമാ മസ്ജിദിൽ ഷാക്കിർ, പനന്തറ ഉരുളുമ്മൽ ജുമാ മസ്ജിദിൽ ഹസൻ ഫൈസി, വടക്കേ പുന്നയൂർ പിലാക്കാട്ടൽ ജുമാ മസ്ജിദിൽ ഷിഹാബുദ്ദീൻ അസേരി, കൗക്കാനപ്പെട്ടി ജുമാ മസ്ജിദിൽ സവാദ് വാഫി, പരൂർഞ്ഞാലിൽ ജുമാ മസ്ജിദിൽ അഹമ്മദ് കബീർ സക്കാഫി, ചെമ്മണ്ണൂർ മഹാ ജുമാ മസ്ജിദിൽ അലി ധാരമി, പറയങ്ങാട് ജുമാ മസ്ജിദിൽ ഖാലിദ് ഫൈസി, മണികണ്ഠേശ്വരം സാഹാബ ജുമാ മസ്ജിദിൽ ഹാഫിൽ നസീർ, വൈലത്തൂർ ജുമാ മസ്ജിദിൽ മുഹമ്മദ് ഷാഫി അൽ ഹൈദമി, കല്ലൂർ ജുമാ മസ്ജിദിൽ മുഹമ്മദ് റിയാസ് അലി ഹുദവി, മന്ദലാംകുന്ന് ജുമാ മസ്ജിദിൽ നിസർ ഹസനി, പരൂർ മാഞ്ചിറ മസ്ജിദിൽ ഫൈസൽ സക്കാഫി, ചമ്മന്നൂർ വടക്കേക്കുന്ന് മസ്ജിദിൽ ഇസ്മാവുൽ സുഹരി, അംബാല താഹ ജുമാ മസ്ജിദിൽ സ്വാലിഹ് ഫൈസി, മന്ദലാംകുന്ന് യാസിൻ മസ്ജിദിൽ മുഹമ്മദ് അൻഫാസ് ഹളറമി, അണ്ടത്തോട് ജുമാ മസ്ജിദിൽ മുഹമ്മദ് അഷ്റഫി, അകലാട് പുത്തൻപള്ളി ജുമാ മസ്ജിദിൽ PT അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ, അണ്ടത്തോട് തങ്ങൾപ്പടി ഇലാഹിയ ജുമാ മസ്ജിദിൽ ഹുസൈൻ അഷ്റഫി, മന്ദലാംകുന്ന് കുന്നത്തേപ്പള്ളി മസ്ജിദിൽ അഷ്കർ അലി ബദരി, മന്ദലാംകുന്ന് മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിൽ ലത്തീഫ് ദാരമി, അകലാട് ഗാദരിയ ജുമാ മസ്ജിദിൽ
ജാബിർ ഫൈസി, മൊയ്തീൻ പള്ളിയിൽ അബ്ദുൽ കരീം ലത്തീഫി, ഒറ്റൈനി മസ്ജിദിൽ ഉമർ ബിൻ ഖത്താബ്, ഷരീഫ് ഫൈസി, ഒറ്റൈനി മസ്ജിദ് നബി ഇൽ ഹമീദ് ബാക്കവി, നാലാങ്കല്ലെ ഹാജിയാർ മസ്ജിദിൽ അബൂബക്കർ ഫൈസി, മുത്തുവമ്മൽ ജുമാ മസ്ജിദിൽ മുസ്തഫ സാദി, വടക്കേക്കാട് സെൻട്രൽ ജുമാ മസ്ജിദിൽ ഷബീർ അൽ നമി, അണ്ടത്തോട് ബീച്ച് ജുമാ മസ്ജിദിൽ അബ്ദുൽ മജീദ് ഫൈസി തുടങ്ങിയവർ നേതൃത്വം നൽകി. അണ്ടത്തോട് ഹിറ മസ്ജിദ് ഈദ്ഗാഹിൽ അബ്ദുസമദ് അണ്ടത്തോട്, വടക്കേക്കാട് കൊമ്പത്തേൽപ്പടി സലഫി മസ്ജിദ് ഗ്രൗണ്ടിൽ സദീർ മദനി, ചെമ്മണ്ണൂർ ഈദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമൽ സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തിയ ഈദ്ഗാഹിൽ ഡോക്ടർ ഷക്കീർ ഹുസൈൻ, ആൽത്തറ ടൗൺ മസ്ജിദിൽ നടത്തിയ ഈദ്ഗാഹിൽ അബ്ദുറഫ് സലഫി തുടങ്ങിയവർ നേതൃത്വം നൽകി.